ഇവന്മാർക്കൊക്കെ ഇത് എന്തിന്റെ ഭ്രാന്താ? ഒരു പട്ടിക്ക് വേണ്ടി കൊല്ലാ കൊല്ലവും പ്രാർത്ഥിച്ചോണ്ടിരിക്കും. വട്ട മുഴുവട്ട. കുറുക്കച്ച, ഭൂമിയിലെ എല്ലാ ജീവികളും ദൈവത്തിന്റെ സൃഷ്ടിയാണെന്നാ, അത് മറക്കണ്ട. പുലിയച്ച, മറന്നൂന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പക്ഷേ നിങ്ങളിപ്പോൾ പ്രാർത്ഥിച്ചോണ്ടിരിക്കുന്നവളില്ലേ, അവളെങ്ങനെയാ മരിച്ചത്? കാടിന് വേണ്ടിയാണോ? നിങ്ങൾ തന്നെ പറ. നമ്മൾ മൃഗങ്ങൾക്ക് വേണ്ടിയാണോ? അല്ലല്ലോ, ലൈക്ക അവളെ കൊന്നതാ. മനുഷ്യര് അവര് പിടിച്ചു കൊണ്ടുപോയി കൊന്നതാ. കൊന്നതോ? അതെ, ശാസ്ത്ര പരീക്ഷണം നടത്തി കൊന്നതാ. അല്ല കുറുക്കച്ച, തനിക്ക് എവിടുന്നാണോ ഈ വിവരമൊക്കെ കിട്ടുന്നേ? ഞാൻ നിങ്ങളെപ്പോലെ ഈ കാട്ടിനകത്ത് മാത്രം കറങ്ങി നടക്കുന്ന ഒരാളല്ല. ഇടയ്ക്ക് ഒന്ന് പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങണം, എന്നാലേ ലോക വിവരം വെക്കൂ. കാട്ടുകോഴിയാണേലും ഞാൻ കാട് വിട്ട് നാട്ടിലിറങ്ങാറുണ്ട്. എന്നാ ഈ വിവരം ഞാൻ ഇതുവരെ കേട്ടിട്ടേ ഇല്ല. നിങ്ങളൊക്കെ വെറും കാട്ടുവൈബാ, വെറും കാട്ടുവൈബ്. കുറുക്കച്ച, കളിയാക്കാതെ കാര്യം പറ. അങ്ങനെ വഴിക്ക് വാ. ഭൂമിയിൽ ജനിച്ച് ഭൂമിയിൽ തന്നെ മരിക്കേണ്ട ലൈക്ക എവിടെയാ മരിച്ചത്? അതോ അങ്ങ് ബഹിരാകാശത്ത്. പകല് സൂര്യഭഗവാനും രാത്രി ചന്ദ്രഭഗവാനും ഭരിക്കുന്ന ബഹിരാകാശത്ത്. ബഹിരാകാശത്തോ? പറ പറ, വേഗം പറ. അത് പറയാനാണെങ്കിൽ കുറേ ഏറെ ഉണ്ട്. പണ്ട് പണ്ട് ബഹിരാകാശത്ത് പോകാൻ പേടിച്ച മനുഷ്യർ ഒരു ജീവിയെ പരീക്ഷണത്തിനായി അയക്കാൻ തീരുമാനിച്ചു. അതിനെന്തിനാ അവരൊരു പട്ടിയെ തന്നെ തെരഞ്ഞെടുത്തത്? സിംഹത്തിന് അയച്ച മതിയായിരുന്നല്ലേ? ഹോ, കാട്ടിലെ രാജാവിനെ കൊണ്ട് വലിയ ശല്യമാ. അവിടെയാണ് മനുഷ്യരുടെ ബുദ്ധി നമ്മൾ തിരിച്ചറിയേണ്ടത്. നായ്ക്കളുടെ രക്തചംക്രമണ വ്യവസ്ഥയും ശ്വാസോച്ഛ്വാസ വ്യവസ്ഥയും മനുഷ്യഘടനയോട് സാദൃശ്യം പുലർത്തുന്നു എന്ന് അവർ പരീക്ഷണം നടത്തി കണ്ടുപിടിച്ചു. കുറുക്കച്ചാരെ, നിങ്ങള് സൂക്ഷിച്ചോ, നായയും നിങ്ങളും തമ്മില് ഒരു സാദൃശ്യം മണക്കുന്നുണ്ട്. ഷോ, കഥയുടെ ഗതി തിരിച്ചുവിടല്ലേ, മൂട് പോയി പോവും. പറ കുറുക്കച്ചാരെ. പറ്റിയ പട്ടിയെ കിട്ടാനായി മനുഷ്യർ റഷ്യൻ പ്രദേശങ്ങളിൽ തിരച്ചിൽ നടത്തി. ഒരു ദിവസം മഞ്ഞു തടാകക്കരയിൽ കൊടുന്തണുപ്പിൽ വിറകൊണ്ട് നിൽക്കുകയായിരുന്നു ലൈക്ക. നായപിടുത്തക്കാർ അവളെ വലയിലാക്കി. അതെയോ? ആരാ എന്റെ കഥ മുടക്കിയത്? കൂട്ടുകാരെ, നിങ്ങൾക്ക് എന്റെ കഥ ഞാൻ തന്നെ പറഞ്ഞു തരാം. കഥ മാത്രമല്ല, ബഹിരാകാശത്തെ വിശേഷങ്ങളും. ലൈക്ക പറ, ഞങ്ങൾക്ക് പലതും അറിയാനുണ്ട്. പറയാം. 68 വർഷങ്ങൾക്ക് മുമ്പാണ് അവരെന്നെ പിടിച്ചോണ്ടുപോയത്. അതെന്തിനാണെന്ന് എനിക്കാദ്യം മനസ്സിലായതേയില്ല. പിന്നെ എന്നിലൂടെ ഓരോരോ പരീക്ഷണങ്ങൾ അവർ നടത്തി. നല്ലതിനാണെന്ന് കരുതി ഞാൻ അനുസരിച്ചും കൊടുത്തു. പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായി, ഞാൻ അവരുടെ പരീക്ഷണ മൃഗമായിരുന്നു എന്ന്. പിന്നീട് എന്തുണ്ടായി? ഒരു ദിവസം അവരെന്നെ ഒരുക്കി സുന്ദരിയാക്കി ഒരു ചെറിയ അറയിലിട്ടു. നിവർന്നു നിൽക്കാൻ പോലും പറ്റാത്ത ഒരു ചെറിയ അറയിൽ. ഓ, എന്തൊരു കഷ്ട ഇതിനകത്ത്. സൂര്യകിരണങ്ങളെ പഠിക്കാനുള്ള ഒരു ഉപകരണവും റേഡിയോ ട്രാൻസ്മീറ്ററും എന്റെ ദേഹത്ത് ഘടിപ്പിച്ചിരുന്നു. വേദനിച്ചിട്ട് വയ്യ. അങ്ങനെ ബഹിരാകാശത്ത് നടക്കാനിടയുള്ള എല്ലാ പ്രതിഭാസങ്ങളെയും രേഖപ്പെടുത്താനുള്ള ഒരു ഉപകരണമാക്കി എന്നെ അവർ മാറ്റി. എന്നിട്ടെന്ത്? അവരെന്നെ സ്പുട്നിക്കിൽ കയറ്റി ആകാശത്തേക്ക് പറത്തി വിട്ടു. ഭൂമിയിൽ തന്നെ സ്വൈര്യമായി ജീവിക്കാൻ കഴിയുന്നില്ല. പിന്നെ എന്തുണ്ടായി? ബഹിരാകാശത്തെത്തിയ ഞാൻ ഭൂമിയെ 3 തവണ ഭ്രമണം ചെയ്തു. പിന്നെ കരയരുത് ലൈക്ക, കരയരുത്. അല്ലെങ്കിലും മനുഷ്യർ എല്ലാ പരീക്ഷണങ്ങളും നടത്തുന്നത് നമ്മളിലാണല്ലോ. പക്ഷേ ലേക്ക,
ഞങ്ങൾക്കൊന്നും കിട്ടാത്തൊരു ഭാഗ്യം നിനക്ക് കിട്ടിയില്ലേ? അങ്ങ് ദൂരെ നിന്ന് ഞങ്ങളൊക്കെ താമസിക്കുന്ന ഈ ഭൂമിയെ കാണാനുള്ള ഭാഗ്യം അത് നിനക്കുണ്ടായില്ലേ? ലൈക്ക, നിന്റെ പേര് എക്കാലവും ലോകം ഓർക്കില്ലേ? ഞാൻ പോയതിൽ പിന്നെ എത്ര മനുഷ്യരാ അവിടേക്ക് പോയത്. അവരെന്തിനെ കുറിച്ചൊക്കെ പഠിച്ചു. എല്ലാറ്റിന്റെയും മുൻഗാമിയായി ഞാനല്ലേ പോയത്. മനുഷ്യരാശിയുടെ വളർച്ചയ്ക്ക് തന്നെ ഞാനല്ലേ കാരണമായത്. ഓ, ഞാൻ കേട്ടിട്ടുണ്ട്. യൂറി ഗഗാറിൻ, നീൽ ആംസ്ട്രോങ്, ഓവിൻ ഗാരിയറ്റ്, റിച്ചാർഡ് ഗാരിയറ്റ്, നമ്മുടെ രാജ്യത്തെ കൽപ്പന ചൗള, അങ്ങനെ എത്ര പേരാ നീ കാണിച്ച വഴിയിലൂടെ സഞ്ചരിച്ചത്. അതെ, കൽപ്പന ചൗളയും കൂട്ടരും ലോകത്തിന് അഭിമാനമായില്ലേ? നിന്നിലൂടെ മനുഷ്യർ പലതും പഠിച്ചു. ഇനി കുറച്ച് ഞങ്ങളെയും പഠിപ്പിക്കേ. അതെ, ഞങ്ങൾക്ക് ബഹിരാകാശത്തെ കുറിച്ച് അറിയാൻ എന്തു കൊതിയാണെന്നോ. ശരി കൂട്ടുകാരെ, ഞാൻ പഠിച്ചതെല്ലാം നിങ്ങൾക്കും പറഞ്ഞു തരാം. എന്തൊക്കെ അറിയണം ചോദിച്ചോളൂ. അതെ, അവിടെ എത്തിയാൽ താഴേക്ക് വീണു പോയില്ലേ? ഇല്ല, അവിടെ നമുക്ക് ഭാരമില്ലാത്ത അവസ്ഥയാണ്. അവിടെ നമ്മൾ എവിടെ താമസിക്കും? അവിടെ താമസിക്കാൻ ബഹിരാകാശ നിലയങ്ങളുണ്ട്. അവിടെ നമ്മളിവിടെ ചെയ്യുന്ന പോലെ നടക്കാനും കിടക്കാനും വ്യായാമം ചെയ്യാനും ഭക്ഷണം കഴിക്കാനും ഒക്കെ സൗകര്യങ്ങളുണ്ട്. ബഹിരാകാശ നിലയത്തിൽ കൂടുതൽ ദിവസങ്ങൾ താമസിച്ച സുനിത വില്യംസിനെ കുറിച്ച് കേട്ടിട്ടില്ലേ നിങ്ങൾ? ആ, കേട്ടിട്ടുണ്ട്. ലേക്കയെ കണ്ട പോലെ അവരെയും കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. കാണണോ? എന്നാൽ കണ്ണടച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതുപോലെ അവർക്ക് വേണ്ടിയും ഒന്ന് പ്രാർത്ഥിച്ചു നോക്കിയേ. സുനിത വില്യംസ് വരുമോ? വരും. ശരിക്കും വരൂ. അങ്ങ് ദൂരേന്ന് അവര് നമ്മളെയൊക്കെ കണ്ടിട്ടില്ലേ? ആ നിലയ്ക്ക് ഇവിടേക്ക് വന്നൂടെ? പ്രാർത്ഥിച്ചോളൂ കൂട്ടുകാരെ. ഹായ്, അതാ സുനിത വില്യംസ്. ഭൂമിയിൽ നിന്ന് 300-നും 400-നും ഇടയിലുള്ള കിലോമീറ്റർ ദൂരത്താണ് ഞാൻ താമസിച്ചിരുന്ന പേടകം. അന്താരാഷ്ട്ര സ്പേസ് നിലയം ഇങ്ങ് താഴെ നിന്ന് നിയന്ത്രിക്കാവുന്ന ഒരു ആകാശ വീട്. അവിടെ അപ്പോ രാത്രിയും പകലും ഒക്കെ ഉണ്ടോ? ഉണ്ടല്ലോ. ഇവിടത്തെ പോലെയല്ല. വെറും 45 മുതൽ 55 മിനിറ്റ് വരെ നീണ്ടു നിൽക്കുന്ന രാവും പകലും. എല്ലാ 6 മിനിറ്റിനും അവിടെ സൂര്യൻ ഉദിക്കും. അവിടെ നമുക്ക് താമസിക്കാനേ ഹോട്ടലൊക്കെ ഉണ്ടോ? ഉണ്ടാക്കും, അധികം വൈകാതെ തന്നെ. റഷ്യയും അമേരിക്കയും അതിനുള്ള ഒരുക്കത്തിലാ. ലോക സുന്ദരിമാരുടെ മത്സരം വരെ അവിടെ നിന്ന് കാണാൻ പറ്റും. നിങ്ങളുടെ കാട് പോലെ മറ്റൊരു കാടും കൃഷിയിടവും അവിടെ ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ. ഹോ, വല്ലാത്ത അറിവ് തന്നെ. നമ്മൾ ഈ കാടും മേടും മാത്രം കണ്ടു നടക്കുന്ന കീടങ്ങൾ മാത്രം. ഈ മനുഷ്യർ എന്തൊക്കെയാ കണ്ടുപിടിക്കുന്നത്? എന്തൊക്കെ കണ്ടുപിടിച്ചിട്ട് എന്താ കാര്യം? മനുഷ്യർക്കല്ലേ അവിടെ പോവാനും കാണാനും പറ്റൂ. ഭാവിയിൽ മനുഷ്യർ നിങ്ങളെയും അവിടെ കൊണ്ടുപോകും. നിങ്ങളുടെ സ്വന്തം ലൈക്കയാണല്ലോ ഞങ്ങളെ അവിടെ എത്തിക്കാൻ ജീവൻ കൊടുത്തത്. ലൈക്ക മരണപ്പെട്ടുവെന്നോ? അതെ, റഷ്യയിൽ നിന്നും വിക്ഷേപിക്കപ്പെട്ടതിൽ പിന്നെ അവൾ 2 തവണ ഭൂമിയെ ഭ്രമണം ചെയ്തു. 3-ാം ഭ്രമണത്തിൽ അവൾക്ക് എന്താ പറ്റിയേ? അവളെ തൊടുത്ത റോക്കറ്റ് കനത്ത ധൂമപടലങ്ങളും തീനാളങ്ങളും സൃഷ്ടിച്ചുകൊണ്ട് ഭൂമിയിൽ നിന്ന് ഉയർന്നു. ശബ്ദ തരംഗങ്ങളാൽ അന്തരീക്ഷം പ്രകമ്പനം കൊണ്ടു. അവളെയും വഹിച്ചുകൊണ്ട് സ്പുട്നിക് 2 മുകളിലേക്ക് ഉയർന്നു. പ്രപഞ്ചമുണ്ടായ ശേഷം ആദ്യമായൊരു ജീവി ഭൂമിയെ ഭ്രമണം ചെയ്യുന്നത് കാണാൻ ലോകം മുഴുവൻ കണ്ണുമിഴിച്ചു നിന്നു. ഏറ്റവും ഒടുവിൽ അതും സംഭവിച്ചു. ഉപഗ്രഹത്തിൽ നിന്നും നോസ്കോൺ വിച്ഛേദിക്കുമ്പോഴുള്ള തകരാറു കാരണം ലൈക്കയുടെ ഇൻസുലേഷൻ സംവിധാനത്തിന് കേടുപാട് പറ്റി. എന്നിട്ട് ഉയർന്ന താപനില സഹിക്കാനാവാതെ അവൾ പിടഞ്ഞു. കുതിരാനും ഓടി രക്ഷപ്പെടാനും പറ്റാത്ത വിധത്തിലല്ലേ അവളെ ബന്ധിച്ചിരുന്നത്. ഒടുവിൽ കഠിനമായ വേദന സഹിക്കവയ്യാതെ ഒന്നു കുരച്ചതും അവളുടെ ഹൃദയമിടിപ്പ് നിന്നതും ഒന്നിച്ചായിരുന്നു. പിന്നീട് ഒരു സിഗ്നലും അവളെ കുറിച്ച് ശാസ്ത്രലോകത്തിന് ലഭിച്ചില്ല.
പാവം ലൈക്ക, മനുഷ്യർക്കു വേണ്ടി, ഈ ലോകത്തിനു വേണ്ടി അവൾ കണ്ടുപിടുത്തങ്ങളുടെ ബലിയാടായി. ലൈക്ക, ലൈക്ക, നിൽക്കൂ, നിങ്ങൾ ഏത് ലൈക്കയാണ് വിളിക്കുന്നത്? ആന്റി ഇതുവരെ പറഞ്ഞ ലേക്കയെ. മരിച്ചുപോയ അവൾ എങ്ങനെ നിങ്ങളുടെ മുൻപിൽ വരും? അവൾ ഇതുവരെ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നല്ലോ. എന്തൊക്കെയാ നിങ്ങൾ ഈ പറയുന്നത്? അവളോ? സത്യമായിട്ടും അവൾ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. ശരി, ഞാൻ തർക്കിക്കുന്നില്ല. നിങ്ങൾ മൃഗങ്ങളും പക്ഷികളും പലതും കാണുന്നു, കേൾക്കുന്നു. ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നതിലും അപ്പുറം നിങ്ങൾക്ക് കാണാനും കേൾക്കാനും കഴിയും. ഞാനിനി ബഹിരാകാശത്ത് പോയാൽ നിങ്ങളെക്കുറിച്ച് അവിടെ കൂടുതൽ ഗവേഷണം നടത്തും. എന്നിട്ട് ലൈക്ക ഞങ്ങൾക്ക് തന്നിട്ട് പോയാ കടം വീട്ടും. പോരെ പോരെ കൂട്ടുകാരെ? എന്നാ പിന്നെ ഞാൻ പോകട്ടെ. എന്നാലും ഈ ലൈക്ക ഇത് എവിടെ പോയി? ലൈക്ക, ലൈക്ക, അവൾ എവിടെ പോയിട്ടുണ്ടാവും? ഞാൻ എവിടെ പോവാനാ, ഇവിടെ തന്നെ ഉണ്ട്. ലൈക്ക. Hi, hi, hi.